കുട്ടികളുടെ പരമ്പരയുടെ നന്മയ്ക്ക് അത് ഏറ്റവും നല്ലതാണ്. ഭക്തരെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും നല്ല ദിവസമാണ്, ഏറ്റവും നല്ല ദിവസം തന്നെയാണ്. ഈ വ്രതത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു വ്രതത്തിലേക്ക് കടന്നു ചെല്ലുക. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങൾക്കെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മാറാൻ പറ്റുന്നതാണ്. എത്ര ദുർഘടമായ ഒരു അവസ്ഥയിലാണോ, എത്ര സങ്കടകരമായ അവസ്ഥയിലാണോ, അതിൽ നിന്ന് പൂർണ്ണമോചനത്തിലേക്ക് എത്താൻ ഈ 2 ദിവസം നിങ്ങൾക്ക് സഹായിക്കും. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. പ്രദോഷം ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല. പ്രദോഷത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് മണ്ടത്തരാവും. കാരണം അത്രയ്ക്ക് കേമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പ്രദോഷം. എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രദോഷവ്രതം എടുക്കുന്ന. പക്ഷേ ഈ വർഷം ശിവരാത്രിക്ക് തൊട്ടു മുമ്പുള്ള കുംഭമാസത്തിലെ പ്രദോഷം, ആ പ്രദോഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശനിയാഴ്ച വരുന്ന പ്രദോഷമാണ്. ശനിപ്രദോഷം വളരെ നല്ലതാണ്. പ്രദോഷ നൊയമ്പ് തുടങ്ങാനായിട്ട് പറ്റിയ ദിവസമാണ്. 2, ശിവരാത്രിയുടെ നൊയമ്പ് തുടങ്ങുന്നത് പ്രദോഷത്തിൽ നിന്നായി കഴിയുമ്പോൾ ആ പ്രദോഷത്തിന് വീണ്ടും ശക്തി കൂടുകയാണ്. കാരണം 15-ാം തീയതി വരുന്ന ശിവരാത്രിക്ക് തലേ ദിവസം നമ്മൾ നൊയമ്പ് തുടങ്ങും. ആ നൊയമ്പ് തുടങ്ങുന്നത് പ്രദോഷ വ്രതത്തിലും കൂടിയാണ്. അപ്പം ശനിയും ഞായറും 2 ദിവസമാണ് നമ്മളൊരു ഭക്തരെ സംബന്ധിച്ച് നൊയമ്പെടുക്കുന്നത്. കാരണം പ്രദോഷത്തിൻ്റെ നൊയമ്പ് കഴിഞ്ഞ് നമ്മൾ ആ സർവ്വ ദുരിതങ്ങളും മാറി ശിവരാത്രി വ്രതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു അപൂർവമായി വരുന്ന പ്രദോഷമാണിത്. അപൂർവമായി നിൽക്കുന്ന പ്രദോഷമാണ്. ഈ കുംഭമാസത്തെ ഇക്കുറി ഈ പ്രാവശ്യം വരുന്ന. വല്ലപ്പോഴും മാത്രമേ അങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ. അങ്ങനെയൊന്നും കിട്ടാൻ വളരെ സാധ്യതകൾ കുറവുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുംഭമാസത്തിലെ പ്രദോഷം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. കാരണം എന്താ പറയണേ, മഹാദേവനെ ദേഷ്യത്തിലൂടെ നടരാജ നൃത്തമൊക്കെ ആടി മഹാദേവൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മഹാദേവന്റെ സവിധത്തിലേക്ക് പാർവതി വരികയും ആ ശിവപാർവതിമാരെ ആ സമയത്ത് ലോകത്തുള്ള സകല ദേവീദേവന്മാരും പ്രാർത്ഥിക്കുന്ന ആ മുഹൂർത്തവും കൂടിയാണ്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. അപ്പം അത് കാരണം ആ സർവ്വ ഐശ്വര്യത്തിന്, സമ്പൽ സമൃദ്ധിക്ക്, നല്ല വിവാഹത്തിന്, നല്ല ദാമ്പത്യത്തിന് ഏറ്റവും കേമാണ് പ്രദോഷം. സർവ്വ ഐശ്വര്യം ലഭിക്കാൻ അതിനപ്പുറം വേറെ ശക്തിയില്ല. കാരണം പറഞ്ഞാൽ ശിവശക്തി ഭാവത്തിലാണ് ഈ ലോകത്തെ എന്തിനേയും നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രയും ശക്തി. അതുപോലെ തന്നെയാണ് നല്ല ദാമ്പത്യ ജീവിതം കിട്ടാനായിട്ട്, നല്ല വിവാഹ ജീവിതം കിട്ടാനായിട്ട്, നല്ല വിവാഹം ഉണ്ടാവാനായിട്ട് ഒക്കെ അതിഗംഭീരം. അതുപോലെ കുട്ടികളുടെ പരമ്പരയുടെ നന്മയ്ക്ക് അത് ഏറ്റവും നല്ലതാണ് പ്രദോഷവ്രതം. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന സകല ദോഷങ്ങളുടെയും പരിഹാരാർത്ഥം നമ്മൾ എടുക്കാൻ പറ്റുന്നതാണ് പ്രദോഷവ്രതം. അപ്പോൾ ആ അത്യപൂർവമായി നിൽക്കുന്ന ആ വ്രതത്തെ നമ്മൾ എല്ലാ മാസവും എടുക്കാറുണ്ട്. അതിലേറ്റവും അത്ഭുതകരമായ അത്യപൂർവമാണ് ഈ കുറി കുംഭമാസത്തിൽ വരുന്ന പ്രദോഷം. ആ പ്രദോഷം ശനിയാഴ്ച രാവിലെ തൊട്ട് തന്നെ നമ്മൾ രാവിലെ കുളിച്ച് മഹാദേവനെ തൊഴുകയും മഹാദേവന്റെ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുകയും മഹാദേവന്റെ പൂജകളിൽ പങ്കെടുക്കുകയും അന്നത്തെ ദിവസം നൊയമ്പെടുക്കുകയും ശിവരാത്രിയുടെ വ്രതം തുടങ്ങുന്ന തലേ ദിവസം വൈകുന്നേരം ആ പ്രദോഷ വ്രതവും കൂടെ കൂടിയ ദിവസം അന്ന് വൈകുന്നേരം ഭസ്മമൊക്കെ തൊട്ട് ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നാമം ജപിച്ച് പ്രദോഷ വ്രതത്തിലൂടെ ശിവരാത്രി വ്രതത്തിലേക്ക് കടന്നെത്തുന്ന അത്യപൂർവമായ ഭയങ്കര അത്ഭുതകരമായ ദിവസം തന്നെ പറയാം. ഏറ്റവും അപൂർവമായ ദിവസം. കാരണം നമ്മൾ രാവിലെ തൊട്ട് മഹാദേവന്റെ നാമജപാദികളായിട്ട് പ്രദോഷവ്രതം എടുത്ത് പ്രദോഷത്തിന്റെ നാമജപം കഴിഞ്ഞ് ആ നാമജപം തുടങ്ങുന്നത് ശിവരാത്രി നൊയമ്പിലേക്കാണ്. അതൊരു വളരെ കേമത്താണ്, വളരെ ഗംഭീരമാണ്, ഭയങ്കര ഗംഭീരമാണ്. കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്തരെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും നല്ല ദിവസമാണ്, ഏറ്റവും നല്ല ദിവസം തന്നെയാണ്. അപ്പം അങ്ങനെ ആ ശനിപ്രദോഷത്തിന് സങ്കല്പത്തോടൊപ്പം തന്നെ ഈ വ്രതത്തിൽ നിന്ന് നേരെ കടന്ന് നമ്മൾ കാല് വയ്ക്കുന്ന ശിവരാത്രി നോയമ്പിലേക്ക്. കാരണം ശിവരാത്രി നോയമ്പ് തലേ ദിവസം തുടങ്ങിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ പ്രദോഷവ്രതം എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ ദിവസമാണ്. എടുക്കുന്നവർ വളരെ കേമായിട്ട് ആചരിക്കേണ്ട ദിവസമാണ്. മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതലായിട്ട് നാമജപാദികളാണെങ്കിലും ശിവപുരാണങ്ങളായാലും അഷ്ടോത്തരങ്ങളായാലും ശിവസഹസ്രനാമങ്ങളായാലും ധാരാളം ജപിച്ചുകൊണ്ട് ആ പ്രദോഷവ്രതം അതിൻ്റെ അർപ്പണ മനോഭാവത്തിൽ നമ്മൾക്ക് ശാരീരികമായി പറ്റുന്ന അവസ്ഥയിൽ
മാക്സിമം നന്നായി എടുത്തുകൊണ്ട് ആ നാമം ജപിച്ച് എന്നിട്ട് അത് കടന്നു ചെന്നത് എങ്ങനെയാ? അതിലും വലിയൊരു വ്രതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. ഈ വ്രതത്തിലൂടെ സഞ്ചരിച്ചു മറ്റൊരു വ്രതത്തിലേക്ക് കടന്നു ചെല്ലുക. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മാറാൻ പറ്റുന്നതാണ്. കാരണം ശരിക്ക് ഈ ശനിയാഴ്ച ഞായറാഴ്ച ഒരു രാവിലെയും 2 മണിക്കൂർ, വൈകുന്നേരവും 2 മണിക്കൂർ, ശനിയാഴ്ച രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ, ശിവരാത്രി ദിവസം മാക്സിമം ടൈം എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഭക്തരെ സംബന്ധിച്ച് വേണമെങ്കിലും ഒരു 1,00,000 നമഃശിവായിലേക്ക് എത്താൻ നിഷ്പ്രയാസമുള്ളൂ. ആ 2 ദിവസം കൊണ്ട് നിഷ്പ്രയാസമായിട്ട് എത്താൻ സാധിക്കും. 1,00,000 തിരുമേനി എന്താ പറയുക, എന്താ ഇത്, ഇതിനെ 1,00,000 ഒരു കണക്കില്ലേ? അങ്ങനെ ഒരു ചോദ്യം വേണ്ട, സാധിക്കും. അത് നിങ്ങൾ എണ്ണി നോക്കിക്കോളൂ, കൗണ്ടർ വെച്ചിട്ട് നിങ്ങൾ എണ്ണി നാമം ജപിച്ചോളൂ. ശനിയാഴ്ച രാവിലെ ഒരു 2-2.5 മണിക്കൂർ, ശനിയാഴ്ച വൈകുന്നേരം 5 മണിയാകുമ്പോൾ വിളക്ക് കൊളുത്തിട്ട് അങ്ങ് ഇരുന്നോളൂ ഒരു 8 മണി വരെ. 8 മണി കഴിയുമ്പോഴത്തേക്ക് ശിവരാത്രി നൊയമ്പുകടയായി. ഈ 2 നേരം കഴിഞ്ഞു. ശിവരാത്രിയുടെ അന്ന് രാവിലെ തൊട്ട് നാമജപം, വൈകുന്നേരം രാത്രി 12 മണിയാകുമ്പോഴത്തേക്കും 1,00,000 ഉറപ്പായിട്ടും ആവും. നമ്മൾ 1,00,000 സംഖ്യ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്, ഞാൻ 1,00,000ത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക്, അക്ഷരലക്ഷം വന്ന മഹാദേവൻ എപ്പോഴും കൂടെയാണ്. അക്ഷരലക്ഷം വന്ന, ഞാൻ പണ്ടും പറയാറുണ്ട്, മിനിറ്റ് വെച്ച് അങ്ങനെ നാമം ജപിച്ച് വരുമ്പോൾ 5 ലക്ഷം ഉരുവായ, പഞ്ചാക്ഷരിയാണ്, 5 ലക്ഷം ഉരുവായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഭഗവാൻ നോക്കിക്കാണും. പൂർണ്ണ കവചം പോലെ, സംരക്ഷണ ഭിത്തി പോലെ, ഒരു കളവിലും ചതിയിലും പെടാതെ, ഒരപകടത്തിൽ പെടാതെ പൊന്നുപോലെ നോക്കുന്ന ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. അതുപോലെ നോക്കും നമ്മളെ. അപ്പൊ അതുകൊണ്ട് ആ 1,00,000 എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ വളരെ ഗംഭീരമായിട്ട് സാധിക്കും. കാരണം ഞാൻ ശിവരാത്രിക്ക് തന്നെ ഞാൻ 1,00,000-ൽ മുകളിൽ നാമം ജപിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സങ്കല്പത്തിന് ഈ 2 ദിവസം കൂടി ഞാൻ 1,00,000 പൂർത്തിയാക്കുമെന്ന് ഓരോ അമ്മമാരും നിരീക്ഷിച്ചോളൂ. ആ അമ്മമാരെ നിരീക്ഷിച്ചാൽ മഹാദേവൻ കൂടെ ഉണ്ടെങ്കിൽ, ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശിവരാത്രി വ്രതം മാത്രം മഹാദേവൻ അനുഗ്രഹിക്കാതെ ഒരാൾക്കും നടക്കില്ല എന്ന് പറയണേ. അപ്പൊ ആ മഹാദേവൻ അനുഗ്രഹിക്കുമെന്ന ഉറപ്പോടുകൂടി വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ തയ്യാറെടുത്തുകൊണ്ട് ശനിയാഴ്ച രാവിലെ തുടങ്ങിക്കോളൂ. ആ മഹാദേവൻ 1,00,000-ൽ എത്തിച്ചിരിക്കും. ആ 1,00,000 ഈ 2 ദിവസം കൊണ്ട് ജപിക്കാൻ പറ്റിയാൽ, നിങ്ങളിപ്പോ ഒരു വലിയ യജ്ഞം വീട്ടിൽ നടത്തിയ പോലെ, വലിയ വളരെ കേമായി നിൽക്കുന്ന ഒരു ഹോമം കഴിച്ചതിനേക്കാളും, അല്ലെങ്കിൽ 1000 ശിവക്ഷേത്രം തൊഴുന്നതിനേക്കാളും ഒക്കെ വളരെ ഫലമാണ് ആ നമഃശിവായ ജപം. നമ്മളും ഭഗവാനും മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. ഭഗവാനെ മാത്രം കണ്ടു ജപിച്ച്, അതായത് 1000 ശിവക്ഷേത്രം തൊഴുന്നതിന് ഫലമാണ് ഈ നാമജപം. സംശയമൊന്നും വേണ്ട. അതായത് നമ്മൾ തന്നെ അർച്ചന ചെയ്യുകയാണ്. ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ മനസ്സിൽ പ്രതിഷ്ഠ നടത്തി, നമ്മുടെ ശ്രീകോലാകുന്ന മനസ്സിലെ ആ ഭഗവത് പ്രതിഷ്ഠ കഴിച്ച് ആ മഹാദേവനെ സങ്കല്പിച്ച് നമഃശിവായ ജപിച്ച് അതിങ്ങനെ മഹാദേവനിലേക്ക് തട്ടി ആ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് പൂർണ്ണമായി ലയിക്കപ്പെടുകയാണ്. നമ്മുടെ കൂടെ ഇരുന്ന് വസിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുന്നത്. ആ ഉപവാസത്തിലൂടെ ആ പൂർണ്ണ ചൈതന്യം നമുക്ക് അനുഗ്രഹകലയായി മാറുകയാണ്. എത്ര ദുർഘടമായ ഒരു അവസ്ഥയിലാണോ, എത്ര സങ്കടകരമായ അവസ്ഥയിലാണോ, അതിൽ നിന്ന് പൂർണ്ണ മോചനത്തിലേക്ക് എത്താൻ ഈ 2 ദിവസം നിങ്ങൾക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ശിവരാത്രി വ്രതമാണെങ്കിലും പ്രദോഷ വ്രതമാണെങ്കിലും അപൂർവമായി നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ മഹാത്മ്യം കൊണ്ടുകൊണ്ട് നമ്മൾ ഈ 2 ദിവസം നമ്മൾ മാറ്റിവെക്കണം. 2 ദിവസവും അവധിക്കാലമാണ്. 2 ദിവസം വേറെ ജോലികളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് തിങ്കളാഴ്ച രാവിലെ പാരണ വീടുക. ശിവരാത്രി ഈ പ്രദോഷം കഴിഞ്ഞ് പിറ്റേ ദിവസം പാരണ വീടാൻ നിൽക്കണ്ട. പാരണ വീടുന്നത് തിങ്കളാഴ്ച ആയിക്കോട്ടെ. 2 വ്രതവും കൂടെ ഒരുമിച്ച് ഈ 2 ദിവസം കൊണ്ടും ഞാൻ 1,00,000 ജപിക്കും എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് മഹാദേവനെ ഓർത്തിയിട്ട് നിങ്ങൾക്ക് എത്താവുന്ന അത്ര എത്തട്ടെ. അങ്ങനെ സത്യം ചെയ്യുമൊന്നും വേണ്ട, പക്ഷെ എത്തും. ശ്രമിച്ചോളൂ. മഹാദേവൻ അവിടെ തന്നെ കൊണ്ടെത്തിക്കും. രാത്രിയിൽ ശിവരാത്രിയുടെ അന്ന് രാത്രി 12-1 മണി വരെയാണ് നമ്മുടെ ജപം നിൽക്കണം. ആ ജപത്തിലേക്ക് നമ്മൾ കടന്നു. നിങ്ങളിപ്പോൾ ബലിയിടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, അവിടുത്തെ ബലിക്കടവിൽ നിന്ന് ജപിക്കാം, ക്ഷേത്ര സൗധത്തിൽ നിന്നിരിക്കാം, ബലിക്കൽപ്പരയിൽ നിന്ന് ജപിക്കാം, അമ്പലമുറ്റത്ത് എവിടെ ഇരുന്നെങ്കിലും അങ്ങ് ജപിച്ചോളൂ.
വേറെ ഒന്നും നോക്കണ്ട. ജപിച്ച് ജപിച്ച് വെച്ച് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ഈ നിളാനദി തീരത്ത് നമ്മളിപ്പോ കുംഭമേളയൊക്കെ നടന്നു. അവിടെ എന്തിനാ പ്രാധാന്യം? ജലത്തിൽ നിന്ന് ചെയ്യുന്ന സ്നാനാദികൾക്ക് സ്നാനത്തിനും ജലത്തിലെ തർപ്പണത്തിനുമാണ്. അപ്പൊ നിങ്ങൾ ബലിയിടാൻ പോകുന്ന ആ നദീതീരത്ത് അല്ലെങ്കിൽ ആ പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ആ ജലാശയത്തിന്റെ സമീപം ഇരുന്നുകൊണ്ട് കുളത്തിൽ 10,000 എന്ന് പറഞ്ഞ പോലെ അങ്ങ് ജപിച്ചോളൂ, ഭഗവാനെ ഓർത്തങ്ങ് ജപിച്ചോളൂ. അതിന്റെ ഫലം അടുത്ത ശിവരാത്രി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങൾ എന്താണോ അത് കാണില്ല. ഏറ്റവും വലിയ കഷ്ടതയാണോ എന്താ നിങ്ങൾക്ക് മാറിയിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ മഹാപ്രദോഷവും മഹാശിവരാത്രിയും ഒരുമിച്ച് വരുന്ന ഈ ദിനം ഒരാൾ പോലും പാഴാക്കരുത്. എത്ര ശുദ്ധാകാവോ അത്രയും ശുദ്ധമായി ഭഗവാൻ ലയിക്കാൻ കിട്ടുന്ന ഏറ്റവും മഹത്തരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പ്രദോഷത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എടുക്കുന്നവർക്കും പുതിയ എടുക്കാനും അതിൻ്റെ ക്രമത്തിൽ തന്നെ പോകട്ടെ. നാമജപാദികൾ കൊണ്ട് ഒരു ഉത്സവം സൃഷ്ടിക്കട്ടെ. നാമജപം കൊണ്ട് ഭഗവാനെ നിറച്ച് അഭിഷേകം ചെയ്യട്ടെ. നമ്മുടെ നാമജപം കണ്ടിട്ട് ഭഗവാൻ നമ്മുടെ ദുരിതങ്ങളെ പൂർണ്ണമായി മാറ്റട്ടെ. നമ്മുടെ നാമജപത്തിലൂടെ നമ്മുടെ പരമ്പര അത്യപൂർവമായി വളർച്ചയിലേക്ക് വരട്ടെ. നാമജപത്തിലൂടെ മഹാരോഗങ്ങളെല്ലാം മാറട്ടെ. നാമജപത്തിലൂടെ ഈ നാട് മുഴുവൻ നന്നാവട്ടെ. ആ സങ്കല്പത്തിലേക്ക് ഈ 2 ദിവസം മാറ്റിവെച്ചോളൂ. അത് വലിയൊരു അനുഭവമായി തീരും, വലിയൊരു മാറ്റമായി തീരും, ഏറ്റവും വലിയ സന്തോഷമായി മാറും. നമസ്കാരം ഗൗതം.